അന്നത്തെ ആ നല്ല വെള്ളിയാഴ്ചയിൽ 3 തരത്തിലുള്ളതായ ആളുകളെ വെളിപ്പെടുത്തി. 1, യൂദാ, പാപിയായവൻ. 2, ശിഷ്യന്മാർ, ഭീരുക്കളായവർ. 3, ബറബ്ബാസ്, അധപ്പതിച്ചുപോയവൻ. യൂദാ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. യേശുക്രിസ്തുവിനോടൊപ്പം നടന്നു, അവന്റെ ശുശ്രൂഷകളിൽ ഭാഗവാക്കായി, അവന്റെ സ്നേഹത്തെ അനുഭവിച്ചു, അപ്പോസ്തലന്മാരിൽ ഒരുവനായി വിളിക്കപ്പെട്ടു, അവരുടെ കൂടെയായിരുന്നു. എന്നാൽ ദയവുചെയ്ത് ശ്രദ്ധിക്കുക, ആ വെള്ളിയാഴ്ച അവന്റെ ജീവിതമെന്താണെന്ന് വെളിപ്പെടുത്തി. എന്താണ്? അവൻ പുറമേ മാത്രമായിരുന്നു ഭക്തൻ, പുറമേ മാത്രമായിരുന്നു ആത്മീയൻ, പുറമേ മാത്രമായിരുന്നു ശിഷ്യൻ. എന്നാൽ വാസ്തവത്തിൽ അവനൊരു വഞ്ചകനായിരുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഇടയിൽ യൂദമാർ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. യൂദാ ഇസ്കരിയോത്ത് യേശുവിന്റെ ശിഷ്യനായിട്ട് അപ്പോസ്തലന്മാരിൽ ഒരുവനായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ആ വെള്ളിയാഴ്ച അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി. അങ്ങനെയുള്ളവരുണ്ടോ? പുറമേ ഭക്തനായിട്ട് കാണുമ്പോഴും, പുറമേ ആത്മീയനായിട്ട് കാണുമ്പോഴും, പുറമേ ക്രിസ്ത്യാനിയായിട്ട് കാണുമ്പോഴും ഉള്ളിൽ വഞ്ചകന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ടോ? ഈ വെള്ളിയാഴ്ച നീ ഒരു വഞ്ചകനായിട്ട് ജീവിക്കുകയാണെങ്കിൽ കേൾക്കുക, അന്നത്തെ ആ വെള്ളിയാഴ്ചയിൽ വഞ്ചകനായി ജീവിച്ചവനായ യൂദാ അധപ്പതിച്ചു, നശിച്ചുപോയി. എന്നാൽ ഇന്ന് ആ യൂദയെ നീ അനുഗമിക്കുവാൻ പാടില്ല, അവനെപ്പോലെ നശിച്ചു പോകുവാനും പാടില്ല. 2, ശിഷ്യന്മാർ, ഭീരുക്കൾ. അപ്പോൾ വരെയും യേശുക്രിസ്തുവിനോടൊപ്പം നടന്നു, യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെ കണ്ടു, കർത്താവിനോടൊപ്പം ശുശ്രൂഷകളിൽ ഭാഗവാക്കാവുകയും ചെയ്തു, യേശുവിന്റെ ശിഷ്യന്മാരാണെന്നുള്ളതായ ബഹുമാനവും നേടി. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടതായ സമയം കടന്നുവന്നപ്പോൾ, കഷ്ടത കടന്നുവന്നപ്പോൾ അവർ എന്തു ചെയ്തു? യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. യേശുവിനെ അവർ ഒറ്റയ്ക്കാക്കി. നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ശിഷ്യന്മാർ ഉണ്ടോ? യേശുവിനെ അനുഗമിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നു, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ കഷ്ടത വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ ആളുകൾ ഇവിടെയുണ്ടോ? അന്നത്തെ ആ വെള്ളിയാഴ്ച ശിഷ്യന്മാർ എത്ര ഭീരുക്കളാണെന്നും, ശിഷ്യന്മാർ എത്ര ബലഹീനരാണെന്നും, അവർ എത്രത്തോളം അവിശ്വസ്തരാണെന്നും ആ വെള്ളിയാഴ്ച വെളിപ്പെടുത്തി. ഈ വെള്ളിയാഴ്ച, ഈ ശുഭവെള്ളിയാഴ്ച ഒരുപക്ഷേ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ബലഹീനരുണ്ടോ? യേശുക്രിസ്തു നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയതായ സമയത്ത്, നമ്മെ അനുഗ്രഹിച്ച സമയത്ത്, നന്മകൾ തന്നതായ സമയത്ത് നമ്മെ നടത്തിയപ്പോൾ മാത്രം അവനെ അനുഗമിക്കുന്നവരാണോ നമ്മൾ? എന്നാൽ കഷ്ടത വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, രോഗ ദുഃഖങ്ങൾ കടന്നു വരുന്നതായ സമയത്ത് യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ ഭീരുക്കളായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ വെള്ളിയാഴ്ച സ്വയം പരിശോധിക്കുക. 3, ബറബ്ബാസ്, ഒരു പാപിയായവൻ. ജീവിതകാലം ഒരു ദുഷ്ടനായിട്ട് ജീവിച്ചു, മനുഷ്യരെ വഞ്ചിച്ചു, തന്നിഷ്ടപ്രകാരം ജീവിച്ചു, ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ചു, ഒരു ലക്ഷ്യമില്ലാതെ, കുടുംബത്തെ നോക്കാതെ, ഭാര്യയെയും മക്കളെയും ഒന്നും പോറ്റാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ട് താൻ തീരുമാനിച്ച കാര്യമെന്തെന്നറിയാമോ? എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നതാണെന്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച് വഞ്ചന ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ച് അവസാനം പിടിക്കപ്പെട്ടു. കൊലപാതകം ചെയ്ത് പിടിക്കപ്പെട്ടു. അവൻ വിചാരിച്ചു താൻ ചെയ്തതായ കുറ്റകൃത്യം ആർക്കും അറിയില്ല, എന്നെ ആരും കാണുകയില്ല, ഞാൻ ആർക്കും പിടികൊടുക്കുകയില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ അന്നത്തെ വെള്ളിയാഴ്ച ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാമോ? ബറബ്ബാസ്, ഒരു കൊലപാതകി, പിടിക്കപ്പെട്ടു. പിടിക്കപ്പെടുക മാത്രമല്ല, അവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടവനായിട്ട് മാറിയിരിക്കുന്നു. അന്ന് അവനെ ക്രൂശീകരിക്കേണ്ടതായ സമയത്ത് യേശുവിനെ കുറ്റം ചുമത്താതെ ബറബ്ബാസിനെ ക്രൂശീകരിക്കേണ്ടതാണ്. കാരണം ബറബ്ബാസ് കുറ്റകൃത്യങ്ങൾ ചെയ്തതായ ഒരു വലിയ കുറ്റവാളിയാണ്. അങ്ങനെ ബറബ്ബാസിനെ ക്രൂശീകരിക്കുവാനായിട്ട് പീലാത്തോസ് തീരുമാനമെടുക്കുന്നു. ബറബ്ബാസ് കാത്തുകിടക്കുകയാണ്. നാളെയോ മറ്റന്നാളോ എന്റെ ശിക്ഷ നടപ്പാക്കാനിടയാകും, ഞാൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടാനിടയാകും. അപ്പോഴവന്റെ അടുക്കിലേക്ക് ഭൃത്യന്മാർ നടന്നുവരുന്നു. ബറബ്ബാസേ, നീ വാസ്തവത്തിൽ നിന്റെ കുറ്റകൃത്യം കാരണം കൊല്ലപ്പെടേണ്ടവനാണ്. എന്നാൽ കേൾക്കൂ, നിന്റെ സ്ഥാനത്ത് ആരോ, ഒരു മിശിഹ, യേശുക്രിസ്തു മരിക്കാൻ പോവുകയാണ്. ഫലമായിട്ട് ചെയ്ത തെറ്റിന് പകരമായി ശിക്ഷ അനുഭവിച്ച് ക്രൂശിൽ കൊല്ലപ്പെടേണ്ടതായ നിനക്ക് ഒരു ശുഭവാർത്ത. നീ ഇപ്പോൾ മരിക്കേണ്ടതായ കാര്യം ഇല്ല. നിന്റെ സ്ഥാനത്ത് യേശുക്രിസ്തു മരിക്കാൻ പോവുകയാണ്.
യൂദ എത്ര വലിയ പാപിയായിരുന്നു, ശിഷ്യന്മാർ എത്ര വലിയ ഭീരുക്കളായിരുന്നു. ബർബാസ് എത്ര ഭാഗ്യവാനായിരുന്നു. ഇന്ന് ബർബാസുമാർ നമ്മുടെ മധ്യയിലുണ്ടോ? എങ്കിലോർക്ക് നിന്നെ ഭാഗ്യവാനാക്കി മാറ്റാനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യൂദയെപ്പോലെ നശിച്ചു പോകുമോ? ശിഷ്യന്മാരെപ്പോലെ ഭീരുക്കളായിട്ട് മാറിപ്പോകുമോ? അതോ ബർബാസിനെപ്പോലെ രക്ഷിക്കപ്പെടുമോ? അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചതുകൊണ്ട് എങ്ങനെയാണോ ബറബാസ് മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത്, അതുപോലെ തന്നെ യേശുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് മരണശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എങ്കിൽ വരൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. നീ എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അറിയിച്ചല്ലോ. അതുപോലെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുമ്പോൾ അന്നത്തെ വെള്ളിയാഴ്ച ഒരു വഞ്ചകനെ വെളിപ്പെടുത്തിയ വെള്ളിയാഴ്ചയായിരുന്നു. ശിഷ്യന്മാർ എത്ര ഭീരുക്കളാണെന്ന് വെളിപ്പെടുത്തി. അതുപോലെ തന്നെ ബറബാസ് എത്ര ഭാഗ്യവാനാണെന്ന്. അവൻ ദുഷ്ടനാണെങ്കിലും അവന്റെ സ്ഥാനത്ത് നീ മരിച്ചതുകൊണ്ട് ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കാനിടയായി. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യയിൽ ആരെങ്കിലും ബറബാസിനെ പോലെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു വന്നവരാണെങ്കിൽ അവരുടെ പാപത്തിൽ നിന്നെല്ലാം അവരെ വിടുവിച്ച് നീതിമാന്മാരാക്കി മാറ്റി നിന്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സ്വർഗീയ രാജ്യത്തിന്റെ അവകാശികളാക്കി അങ്ങനെ ജീവിക്കാൻ അവരെ സഹായിക്കണമേ എന്ന്, രക്ഷിക്കപ്പെട്ട് രക്ഷകന്റെ സാക്ഷിയായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.